പ്രഥമസർഗം വർക്കല വർണ്ണനയും ശിവഗിരി വർണ്ണനയും ഗുരുവർണ്ണനയുമാണ്. വർക്കല വർണ്ണന. പാവനേ സഹ്യപാദേത്ര കേരളേ ധർമ്മരാജിതേ പ്രാക്കണ്വമുനിശാർദൂല തപോദീപ്ത്യാ വിരാജിതഃ ശ്രീമജ്ജനാർദ്ദന ക്ഷേത്ര പ്രസാധന പരിഷ്കൃതഃ കേരാമ്രപനസാശോക കദളീപൂഗസങ്കുലഃ പരസ്പരാശ്ലിഷ്ടപർണൈ വാരിദാർക്കമരീചിഭിഃ ജംബൂദ്രുമൈശ്ചോപകൂലം നീലയാ കുല്യയാ തഥാ ഗമാഗമാർത്ഥം നൗകാനാം അർഹയാ ച സുരംഗയാ നിത്യസ്യന്തി സ്വച്ഛജല പ്രണാളീ പരിപാവിതഃ പാരംഗാമ്രൈർവിശാലൈശ്ച വ്രീഹിക്ഷേത്രൈः സമന്തതഃ സുഗന്ധിഭിശ്ച പുന്നാഗൈः മാലാക്ഷേത്രൈശ്ച രഞ്ജിതഃ നാനാസസ്യ സമാകീർണഃ ദേശോ വർക്കലസംജ്ഞിതഃ. ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം മരുത്വമലയിലായിരുന്നു ഗുരുദേവന്റെ ആദ്യത്തെ തപസ്. രണ്ടാമത് അരിപ്പുറത്തേക്ക് വന്നു. മൂന്നാമത് വർക്കലിലേക്ക് വന്നു, ശിവഗിരി എന്ന സ്ഥലത്തേക്ക്. ആ വർക്കല എവിടെ സ്ഥിതി ചെയ്യുന്നു? പാവനീ സഹ്യപാദേ, സഹ്യപർവ്വതത്തിന്റെ പാദത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. സഹ്യപർവ്വതം എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ കിടക്കുന്നു? ഇങ്ങനെ ആ തിരുവനന്തപുരം മുതൽ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നുണ്ട് സഹ്യപർവ്വതം. അതിൻ്റെ പാദമാണ് ഈ ശിവഗിരി എന്ന് പറയുന്നു. പാവനമാണ്. പാവനമായ സഹ്യപർവ്വതത്തിൻ്റെ സമീപം ധർമ്മരാജിതേ, ധർമ്മത്താൽ ശോഭിക്കുകയാണ്. ധർമ്മം ആണിതിൽ വന്ന് ഈ സഹ്യപർവ്വതത്തിൻ്റെ പാവനമായ പാദം ഒരു ധർമ്മക്ഷേത്രം കൂടിയാണെന്ന് പറയുന്നു. അത്ര കേരളേ, അത് എവിടെയാണ്? ഈ കേരളത്തിൽ. ഈ കേരളത്തിൽ സഹ്യൻ്റെ മടിത്തട്ടിൽ പാവനമായിട്ട് കിടക്കുകയാണ്. പ്രാക്ക്, മുൻപ്, വളരെ മുമ്പ്. കണ്വമുനി ശാർദൂല തപോദിത്യാ വിരാജിതഃ, ശ്രേഷ്ഠനായ കണ്ണുമുനിയുടെ തപപ്രഭാവത്താൽ. ശാർദൂല എന്ന് പറഞ്ഞാൽ പുലി എന്നാണ് അർത്ഥം. ശാർദൂല എന്ന വാക്കിന് ശ്രേഷ്ഠൻ എന്ന അർത്ഥമുണ്ട്. ഇവിടെ കണ്ണുമുനിയെ ശാർദൂലത്തിനോട് ശ്രേഷ്ഠമായ തലത്തിൽ ഉപമിച്ചിരിക്കുകയാണ്. കണ്ണുമുനിയുടെ തപോദീപ്ത്യ വിരാജിത. കണ്ണുമുനിയുടെ തപസ് എവിടെയായിരുന്നു? ശിവഗിരിയിൽ തപസ് ചെയ്തിട്ടുണ്ട് കണ്ണുമുനി എന്ന് പറയുന്നത്. അപ്പോൾ ഗുരു തെരഞ്ഞെടുത്തത് വെറുതെ അല്ല, അവിടെ കണ്ണുമുനി തപസ് ചെയ്ത സ്ഥലമാണത്. ശിവഗിരിക്ക് അടുത്ത്, ശിവഗിരിയിൽ നിന്നൊരു 1.5 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കണ്വാശ്രമമുണ്ട്. പാശ്ചാത്യനായ ഒരു ധ്വര അവിടെ വന്ന് സന്യാസം സ്വീകരിച്ചിട്ട് അവിടെ സ്വാമി ഏകരസ എന്ന പേരിൽ താമസിച്ചിരുന്നു ആ കണ്വാശ്രമത്തിൽ. കണ്വാശ്രമം പോലെ തന്നെ സസ്യലതാദികളാൽ നിബിഡമായ ഒരാശ്രമമാണത്. ഡോക്ടർ മീസ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നാമം. സ്വാമി ഏകരസ എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ മീസിൻ്റെ അടുത്തായിരുന്നു ഗുരു നിത്യചൈതന്യതയുടെ തപോജീവിതം ആദ്യം തുടങ്ങുന്നത്. കണ്ണുമുനി തപസ് ചെയ്ത ഐതിഹ്യം പണ്ട് കാലത്ത് തന്നെ ഈ ശിവഗിരിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്, വർക്കലയുമായിട്ട്. അപ്പോൾ കണ്ണുമുനിയെക്കുറിച്ച് നമുക്കറിയോ? കണ്ണുമുനിയെക്കുറിച്ച് പറയുന്നത് കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം വായിക്കണം. അതിൽ ശകുന്തളയുടെ വളർത്തച്ഛനാണ് കണ്ണുമുനി. ആ കണ്ണുമുനിയെക്കുറിച്ച് അറിയാത്തവരാരാണ്? കണ്ണുമുനി ഇവിടെ വന്ന് തപസ്സനുഷ്ഠിച്ചിട്ടുണ്ട്.
മാത്രമല്ല വേറൊരു പ്രത്യേകത കൂടിയുണ്ട് വർക്കലയ്ക്ക്. ശ്രീമദ് ജനാർദ്ദന ക്ഷേത്ര പ്രസാധന പരിഷ്കൃത, ശ്രീമത്തായ ഐശ്വര്യപൂർണമായ ജനാർദ്ദന ക്ഷേത്രം ഉണ്ട് അവിടെ. അത് ശിവഗിരിയിൽ നിന്ന് നമുക്ക് ആ കടൽക്കരയിലേക്ക് പോകുമ്പോൾ അവിടെ അടുത്താണ് പാപനാശം എന്ന് പറയുന്ന സ്ഥലം. ജനാർദ്ദന ക്ഷേത്രം പ്രസിദ്ധമാണ്, പഴയ കാലത്തുള്ള ക്ഷേത്രമാണത്. ആ ക്ഷേത്രം കൊണ്ട് അലങ്കൃതമായതും പരിഷ്കൃതമായതുമാണ് വർക്കല എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ കണ്ണുമുനി തപസ്സനുഷ്ഠിച്ച സ്ഥലം ജനാർദ്ദന ക്ഷേത്രം. ജനാർദ്ദനൻ എന്ന് പറഞ്ഞാൽ വിഷ്ണു, ജനാർദ്ദനൻ, ദുർജനങ്ങളെ അർദ്ദനം ചെയ്യുന്നവൻ, അമർച്ച ചെയ്യുന്നവനാണ് ജനാർദ്ദനൻ. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഐതിഹ്യപ്രധാനമായിട്ട് നോക്കുമ്പോൾ അതൊരു പുണ്യഭൂമിയാണ് വർക്കല. ഒരു മുനി ഒരു നാട്ടിലേക്ക് വന്നാൽ അത് തന്നെ പുണ്യഭൂമിയല്ലേ? ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് മുനിചര്യ പഞ്ചകത്തിൽ, ഭുജക്കിം ഉപധാനതാം കിമുന കുംഭിനി മഞ്ജതാം വ്രചേത് വൃജിനഹാരിണി സ്വപദപാദിനി മേദിനി. അതായത് ഒരു മുനി നടന്നു പോകുന്ന സ്ഥലം തന്നെ പുണ്യഭൂമിയായിട്ട് വരും. അപ്പൊ കണ്ണുമുനി തപസ്സനുഷ്ഠിച്ച് ആ തപസ്സിന്റെ പ്രഭാവം മുഴുവൻ അവിടെ കിടക്കുന്നൊരു സ്ഥലമാണ് ഈ വർക്കല. മാത്രമല്ല ജനാർദ്ദന സ്വാമി ക്ഷേത്രമുണ്ട് അവിടെ. വേറെ പ്രത്യേകതകൾ എന്താ? കേരാമ്ര പനസാശോക കദളീപൂക സങ്കുല. കേരം എന്ന് പറഞ്ഞാൽ എന്താ? തെങ്ങ്. അത് കേരളത്തിന്റെ ഒരു പ്രത്യേകത തന്നെയാണ് തെങ്ങ്. വർക്കലയിലും തെങ്ങ് ധാരാളമുണ്ട്. വർക്കലയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരത്തിനോട് ചേർന്ന് കിടക്കുമ്പോഴും അവിടെ കല്ലിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ട് നന്നായിട്ട് അവിടെ. എന്നാൽ തെങ്ങുകളുള്ള സ്ഥലമാണ്. ആമ്രം എന്ന വാക്കിനർത്ഥം മാവ് എന്നാണ്. തെങ്ങ്, മാവ്, പനസം. പനസം എന്ന് പറഞ്ഞാൽ പ്ലാവ്. ശിവഗിരി മഠത്തിൽ ഇതൊക്കെ ഉണ്ട്. ആമ്രവും അതുപോലെ പനസവും ഉണ്ട്. അശോകം എന്ന് പറഞ്ഞാൽ അശോകവനം എവിടെയാണ് ഉണ്ടായത്? രാമായണത്തിൽ നമുക്കറിയാലോ, ലങ്കയിലുണ്ടായിരുന്ന അശോകം. ഈ അശോകം ഇവിടെ നന്നായിട്ടുണ്ട്. കദളി എന്ന് പറഞ്ഞ വാഴ. പൂകം എന്ന് പറഞ്ഞാൽ എന്താ? കമുങ്ങ്. ഇവ കൊണ്ടെല്ലാം നിറഞ്ഞത് സങ്കുലഹ. എന്തൊക്കെയുണ്ട് വർക്കലയില്? അന്നത്തെ കാഴ്ച, അന്ന് ആത്മാനന്ദ സ്വാമി ഇത് എഴുതുമ്പോൾ 16 ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇതിൽ മാവും പ്ലാവൊക്കെ ഇപ്പോഴും ഉണ്ട്.